നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്ത് പറ്റി വർഷേ? നീ എന്തൊക്കെയായി പറയുന്നത്? അതെ ശ്യാമേ, നീ എന്റെ സഹോദരനാ. എന്റെ അമ്മയുടെ വയറ്റിൽ പറക്കാത്ത സഹോദരൻ. വർഷയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. വർഷ നടന്നോ, ഞാൻ പുറകെ വന്നേക്കാം. ഒരിക്കലും നടക്കാത്ത കാര്യം. അവളെ തട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. എന്റെ കല്യാണത്തിന് എല്ലാവരും വന്ന് ആത്മാർത്ഥമായി സഹായിച്ചതിന്റെ നന്ദി ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. എന്റെ വിധി കൊണ്ട് ആ വിവാഹം നടന്നില്ല. പക്ഷേ എന്റെ അനുജത്തിയുടെ വിവാഹമെങ്കിലും നടക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ എല്ലാവരും വന്നല്ലോ. നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ വന്നത് വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാനല്ല, വിവാഹം മുടക്കാനാ. വർഷയുടെ സഹോദരന്റെ സ്ഥാനത്തേക്കാൻ ശ്യാമിനെ കിട്ടില്ല. വർഷയെ താലികെട്ടിന് മുമ്പ് ഞങ്ങളിവിടുന്ന് പൊക്കിയിരിക്കും. സജിത്ത് എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ഞാനിപ്പോ വരാവേ. ശരി, അങ്ങോട്ട് ചെല്ല്. എന്താടാ, സഹോദരന്റെ സ്ഥാനത്ത് നിൽക്കണമെന്നൊക്കെ കേട്ടപ്പോ നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? നീ പറയുന്നതിനനുസരിച്ചായിരിക്കും വർഷയോടൊപ്പമുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ നീങ്ങുന്നത്. അവര് തന്ത്രത്തിൽ വർഷയെ ഒരു സ്ഥലത്ത് എത്തിക്കുമ്പോ നമ്മൾ അവളെ കിഡ്നാപ്പ് ചെയ്യണം. എന്താ, സമ്മതമല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്തു വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം വർഷ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുക എന്നത് മാത്രമായിരിക്കണം. പക്ഷേ മണ്ഡപത്തിലേക്ക് ചെല്ലാൻ നേരമായി, കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ശ്യാം വരുമെന്നല്ലേ ടീച്ചർ തറപ്പിച്ച് പറഞ്ഞത്? എന്നിട്ട് അവൻ വന്നില്ലല്ലോ. എനിക്കറിയാം ശ്യാം വരില്ല. അവൻ എന്റെ കല്യാണത്തിന് വരാത്തതിന്റെ പിടച്ചിൽ എന്റെ മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ട് വേണം ഞാൻ മണ്ഡപത്തിലേക്ക് കയറാൻ. അവന് തൃപ്തിയാവട്ടെ. എന്റെ വിധി. വർഷേ, നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല. നീ എന്താടാ ഫോൺ എടുക്കാത്തെ? നിനക്ക് എന്താ പറ്റിയത്? എന്തായാലും നീ ഇപ്പൊ വന്നല്ലോ. വിക്രമിന്റെ താലി എന്റെ കഴുത്തി കയറും മുന്നേ എനിക്ക് നിന്റെ അനുഗ്രഹം വേണം.
നീ എന്തായി കാണിച്ചേ? എന്റെ കാല് തൊട്ട് വന്നിക്കുന്നോ? വർഷേ, നിനക്ക് എന്തു പറ്റി? ശ്യാമേ, എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്തെന്ന് നിനക്കറിയോ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും വർഷയുടെ മനസ്സിൽ ശ്യാമുണ്ടോ? ഉണ്ട്. ഇവനാ എന്റെ മനസ്സ് നിറയെ. അപ്പൊ വിക്രം? എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് വിക്രമാണെങ്കിലും ശ്യാം എനിക്ക് എന്റെ എല്ലാമാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഈ കല്യാണം ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയാ ഞാൻ. അതായി കല്യാണം നടക്കുന്നേ. അതും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്യാമിന്റെ അനുഗ്രഹത്തോടു കൂടി. വിക്രവുമായുള്ള ആത്മബന്ധം വർഷയ്ക്ക് ഇത്രയുള്ള സ്ഥിതിക്ക് ഇനി തട്ടിക്കൊണ്ടുപോകൽ പരിപാടി അപാരമാണ്. നീ എന്താണ് ഈ പറയുന്നത്? അല്ല, വർഷയ്ക്ക് ഈ കല്യാണത്തോട് താല്പര്യമുള്ള സ്ഥിതിക്ക് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വർഷേ, ഞങ്ങളങ്ങോട്ട് പോവാൻ വരട്ടെ. ശ്യാമിന്റെ തീരുമാനത്തിലാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ആ നിലയ്ക്ക് ശ്യാം തന്നെ എന്റെ കൂടെ നിന്ന് കല്യാണം നടത്തി തരണം. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ കൈപിടിച്ച് വിവാഹ മണ്ഡപത്തിലേക്ക് ആനയിക്കേണ്ടത് ശ്യാം തന്നെയാ. നിനക്കിത് എന്തു പറ്റി വർഷേ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അതെ ശ്യാമേ, നീ എന്റെ സഹോദരനാ. എന്റെ അമ്മയുടെ വയറ്റിൽ പറക്കാത്ത സഹോദരൻ. വർഷയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. വർഷ നടന്നോ, ഞാൻ പുറകെ വന്നേക്കാം. നിങ്ങൾ ചെല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.